ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി വേഗത്തിൽ വളരുമ്പോൾ പുതിയ മോഡലുകൾ വിൽപ്പന പട്ടികയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഫെബ്രുവരിയിൽ മഹീന്ദ്ര XEV 9S അപ്രതീക്ഷിതമായി ഒന്നാം സ്ഥാനത്തെത്തി. വിപണിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിൽപ്പന സ്ഥിരമായി ശക്തമാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ മഹീന്ദ്ര XEV 9S, ടാറ്റ നെക്സോൺ EVയെയും MG വിൻസറിനെയും മറികടന്ന് വിൽപ്പന ചാർട്ടിൽ ഒന്നാമതെത്തി. ഫെബ്രുവരിയിൽ മഹീന്ദ്ര XEV 9S 539 യൂണിറ്റുകൾ വിൽപ്പന നടത്തി ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ മുന്നിലെത്തി. ഇതേ കാലയളവിൽ വിൻസർ 2599 യൂണിറ്റുകൾ വിറ്റു. അതേസമയം ടാറ്റ മോട്ടോഴ്സ് 2410 യൂണിറ്റ് നെക്സോൺ EV വിറ്റു. ജനുവരിയിൽ വിൻസറിന്റെ 2567 യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 3098 യൂണിറ്റ് നെക്സോൺ EVയാണ് വിറ്റഴിച്ചത്. ഫെബ്രുവരിയിൽ വിൻസർ വിൽപ്പന 2599 യൂണിറ്റുകളിൽ സ്ഥിരത പുലർത്തി. മറുവശത്ത് നെക്സോൺ EVയുടെ വിൽപ്പന 22% കുറഞ്ഞ് 2410 യൂണിറ്റുകളായി കുറഞ്ഞു. മഹീന്ദ്ര XEV 9S, MG വിൻസർ, ടാറ്റ നെക്സോൺ EV എന്നിവ 1, 2, 3 സ്ഥാനങ്ങളിൽ ഇടം നേടി. ഈ മാസം 1889 യൂണിറ്റുകൾ വിറ്റഴിച്ച മഹീന്ദ്ര XEV 9e 4ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം ജൂണിൽ പുറത്തിറങ്ങിയ ടാറ്റ ഹാരിയർ EV 5ാം സ്ഥാനത്തും. ഫെബ്രുവരിയിൽ ഇത് 1738 യൂണിറ്റുകൾ വിറ്റഴിച്ചു. കൂപ്പെ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തുള്ള കർവ് EV ഈ മാസം 1250 യൂണിറ്റുകൾ വിറ്റഴിച്ചു. 7ാം സ്ഥാനത്ത് ടാറ്റ ടിയാഗോ EVയാണ്. ഈ മാസം 1226 യൂണിറ്റുകൾ വിറ്റു. ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും താങ്ങാനാവുന്ന ഇലക്ട്രിക് കാറുകളിലൊന്നായി ഇത് തുടരുന്നു. 7.99 ലക്ഷം രൂപയാണ് പ്രാരംഭ ഷോറൂം വില. പഴയ മോഡലാണെങ്കിലും ടിയാഗോ EVക്ക് നല്ല ഡിമാൻഡ് തുടരുന്നു. പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ള മഹീന്ദ്ര BE6 ഈ മാസം 1104 യൂണിറ്റുകൾ വിറ്റു. 9ാം സ്ഥാനത്ത് ടാറ്റ പഞ്ച് EVയാണ്. 1061 യൂണിറ്റുകൾ വിറ്റു. ഫെബ്രുവരിയിൽ 870 യൂണിറ്റുകൾ വിറ്റ മാരുതി വിറ്റാര 10ാം സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാർട്ട് ഫോൺ ലോകത്തെ ആവേശത്തിലാഴ്ത്തി സാംസങ്ങിൻ്റെ ആദ്യ ട്രിപ്പിൾ ഫോൾഡിംഗ് ഫോണായ സാംസങ് ഗാലക്സി Z ട്രൈഫോൾഡ് പുറത്തിറങ്ങി. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പിൻവലിക്കപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ അതിലും ശക്തമായ തിരിച്ചുവരവിന് തയ്യാറായി പുതുക്കിയ സവിശേഷതകളോടെ സാംസങ് ഗാലക്സി Z ട്രൈഫോൾഡ് 2 ഉടൻ വിപണിയിലെത്തുമെന്ന് റിപ്പോർട്ട്. സാംസങ്ങിൻ്റെ ആദ്യ ട്രിപ്പിൾ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണായ ഗാലക്സി Z ട്രൈഫോൾഡ് വിപണിയിൽ നിന്നും പിൻവലിച്ചതായ വാർത്തകൾ അടുത്തിടെയാണ് വന്നത്. പുറത്തിറക്കി 3 മാസം തികഞ്ഞതിന് പിന്നാലെയാണ് കമ്പനി ഫോണിന്റെ വിൽപ്പന അവസാനിപ്പിച്ചത്. എന്നാൽ ഈ നീക്കം ഒരു തോറ്റുമടങ്ങലായിരുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ. ഗാലക്സി Z ട്രൈഫോൾഡ് നിർത്തലാക്കിയെങ്കിലും ഇതിന്റെ കൂടുതൽ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കമ്പനി എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗാലക്സി Z ട്രൈഫോൾഡ് 2 എന്ന് പേരിടാൻ സാധ്യതയുള്ള ഈ പുതിയ ഫോൺ അടുത്ത വർഷം വിപണിയിലെത്തിയേക്കും. സാംസങ് നിലവിൽ ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പുതിയ പതിപ്പിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന് അതിലെ ഹിഞ്ച് ആയിരിക്കും. കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തിലുള്ള ഹിഞ്ച് ഡിസൈൻ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 3ആയി മടക്കാൻ 2 ഹിഞ്ചുകളാണ് ഉപയോഗിക്കുന്നത്. പുതിയ ഡിസൈനിന്റെ ഫോണിന്റെ കനവും ഭാരവും കുറയുമെന്നാണ് വിവരം. ആദ്യത്തെ ട്രൈഫോൾഡ് മോഡലിന് 12.9 mm കനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ പതിപ്പ് അതിൽ താഴെ കനമുള്ളതും 8.9 mm കനമുള്ള ഗാലക്സി Z ഫോൾഡ് 7നേക്കാൾ അല്പം കൂടി കനം കൂടിയതായിരിക്കുമെന്നാണ് സൂചന. ഉയർന്ന വിലയുള്ള ഫോണായതും അതോടൊപ്പം ചില പരാതികൾ ഉയർന്നതും വിപണിയെ ബാധിച്ചതായും കരുതപ്പെടുന്നു. ട്രൈഫോൾഡ് ഫോണിന് പുറമെ സ്ലൈഡ് ചെയ്യാവുന്ന ഡിസ്പ്ലേയുള്ള മറ്റൊരു പുതിയ ഫോണും സാംസങ് വികസിപ്പിക്കുന്നുണ്ട്. മാനുവൽ സ്ലൈഡിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്ന ഈ ഫോൺ 2027 അവസാനമോ 2028 ആദ്യമോ വിപണിയിലെത്താനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.